നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്ത് കളഞ്ഞിരിക്കുമെന്ന ഉറച്ച വാശിയിലാണ് കേരളത്തിലെ RSS BJP നേതൃത്വം. ആദ്യം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ പോയില്ല. പിന്നീട് എമ്പുരാൻ എന്ന സിനിമയിൽ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുകയും അതുവഴി സംഘപരിവാറിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ജമായത്ത് ഇസ്ലാമി ഗൾഫിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പോരെ പൂരം. ഇനി കേരളത്തിലെ RSSകാർ BJPക്കാർ മോഹൻലാലിനോട്, അവരുടെ പഴയ ലാലേട്ടനോട് ക്ഷമിക്കുകയില്ല എന്നാണ് പറയുന്നത്. മോഹൻലാലിന് കൊടുത്ത ലഫ്റ്റനന്റ് കേണൽ സ്ഥാനം അടിയന്തരമായി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ RSSൻ്റെയും BJPയുടെയും നേതാക്കൾ കേന്ദ്രത്തിന് സന്ദേശം അയച്ചു കഴിഞ്ഞു, കത്തയച്ചു കഴിഞ്ഞു. എമ്പുരാൻ എന്ന സിനിമ അർബൻ നക്സലുകളുടെ സിനിമയാണെന്നും അത് മോഹൻലാൽ നിർമ്മിച്ചതും അതിൽ അഭിനയിച്ചതുമെല്ലാം കൊടിയ പാപമാണെന്നുമാണ് കേരളത്തിലെ RSS നേതൃത്വം വിലയിരുത്തുന്നത്. ഗുജറാത്ത് കലാപം ഏതാണ്ട് 20 മിനിറ്റോളം ആ സിനിമയിൽ പ്രതിപാദ്യ വിഷയമായിരുന്നു. അത് മനഃപൂർവ്വം തങ്ങളെ കളങ്കപ്പെടുത്താനാണെന്നും മനഃപൂർവ്വം തങ്ങളെ അപഹസിക്കാനും കളിയാക്കാനുമാണെന്നായിരുന്നു കേരളത്തിലെ RSS BJP നേതാക്കൾ പറഞ്ഞിരുന്നത്. എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിരോധം കേരളത്തിലെ സംഘപരിവാർ ഉയർത്തിയിരുന്നു. മോഹൻലാൽ ആകട്ടെ ഒരു കാലത്ത് BJPയുടെയും സംഘപരിവാറിൻ്റെയും അടുത്തയാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന പോലും നിയന്ത്രിച്ചിരുന്നതും നയിച്ചിരുന്നതും RSSൻ്റെ കേരളത്തിലെ പ്രമുഖ നേതാക്കളായിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അല്ലെങ്കിൽ മറ്റു പല RSS നേതാക്കളുമായും വളരെ അടുത്ത ബന്ധം മോഹൻലാലിന് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഒരു കാലത്ത് മോഹൻലാൽ സംഘപരിവാർ നേതൃത്വത്തിൻ്റെ സ്വന്തം ആളായിരുന്നു, കണ്ണിൽ ഉണ്ണിയായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്ലൂ ഐ ബോയ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ മോഹൻലാലിനെതിരെ കടുത്ത നിലപാടുമായി കേരളത്തിലെ സംഘപരിവാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണം. 2009 അന്നത്തെ UPA സർക്കാർ AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ മോഹൻലാലിന് നൽകിയതാണ് ലഫ്റ്റനന്റ് കേണൽ പദവി. അങ്ങനെ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്, പല സെലിബ്രിറ്റികൾക്കും കൊടുത്തിട്ടുണ്ട്. കപിൽ ദേവ് അടക്കമുള്ള, സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള പലർക്കും ഇത്തരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മോഹൻലാലിന് കൊടുത്തത്. പക്ഷേ മോഹൻലാൽ ജമായത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് തികച്ചും രാജ്യവിരുദ്ധമായി പോയെന്നും ഒരു കാരണവശാലും മോഹൻലാലിനോട് ക്ഷമിക്കാൻ പാടില്ലെന്നുമാണ് കേരളത്തിലെ RSS നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെയും കേന്ദ്ര BJP നേതൃത്വത്തെയും ഒക്കെ സമീപിച്ചു കഴിഞ്ഞു. എന്തു വന്നാലും മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണം. എമ്പുരാന് ശേഷം മോഹൻലാലിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് RSS. അഖിലേന്ത്യാ തലത്തിൽ തന്നെ മോഹൻലാലിനോട് പല ഇക്കാര്യത്തിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. പല RSS BJP നേതാക്കളും മോഹൻലാലിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതോടുശേഷമാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു കളയണമെന്ന ആവശ്യവുമായി കേരളത്തിലെ RSS നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി ഇനി അധികം നാൾ ഉണ്ടാവുകയില്ലെന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഒരു RSS നേതാവ് പറഞ്ഞത്. കേരളത്തിലെ വളരെ പ്രമുഖനായ RSS നേതാവാണ് ഇത് പറഞ്ഞത്. അയാളുടെ പദവി ഈ ലഫ്റ്റനന്റ് കേണൽ പദവി ഇനി അധികം നാൾ ഉണ്ടാവുകയില്ലെന്ന്. ഏതായാലും RSS വളരെ കടുത്ത നിലപാടിലാണ്. പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമി ഗൾഫിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാരണം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനയാണ്. ഇന്ത്യയെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണെന്നൊക്കെയാണ് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ. പക്ഷേ ഏതായാലും മോഹൻലാലിനെതിരെ കേരളത്തിലെ സംഘപരിവാർ നേതൃത്വം തിരിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി എപ്പോഴാണ് അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി.